of Revelation chapter 1:18, he says, I have the keys of death and hell with me. I hold the keys of death and hell with me. It is me. I have the right to decide whom should be saved and whom should not be saved. The word declares that at the name of Jesus, every knee should bow in heaven, on earth and under the earth, and every tongue should confess. Every tongue should confess on earth and under the earth and in heaven that Jesus Christ is Lord. Holy Spirit, you are the finger of God. I ask you to keep your hands on me and fill me with your love, with the holiness and with your power. Now this anointing is coming for you all over the world. Spirit in Jesus. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഞാൻ ഒത്തിരിയേറെ കർത്താവിന് നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ അധ്യായം 3 22 വചനം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് ഈ പുതിയ ദിവസം, ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ ഓരോരുത്തരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം അതൊരു പുതിയ അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ അഭിഷേകമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 14 വർഷങ്ങൾ കടന്നു പോവുകയാണ് സ്വീഡൻ ജീസസ് TV ചാനലിലൂടെ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. ഒത്തിരിയേറെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഈ ഒരു ശുശ്രൂഷയിലൂടെ അനേകം മക്കളെ ദൈവത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് പാത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ ദൈവം നിങ്ങളിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ ആ പുതിയ സ്നേഹം അത് അനുഭവിച്ചതിനെ ഇടപെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് സ്വീഡൻ ജീസസിൻ്റെ തൃശ്ശൂരുള്ള മരിയൻ കൂടാരത്തിലാണ്. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണിത്, മരിയൻ കൂടാരം. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന് വലിയ സാന്നിധ്യവും ശക്തിയുമുണ്ട്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവിക സാന്നിധ്യം, ഈ ശക്തി നിങ്ങളിലേക്കെല്ലാം കടന്നു വരട്ടെ. നിങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങൾ എന്തെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം ഇപ്പോൾ കർത്താവ് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടേക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനെല്ലാം ഉത്തരവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ സന്തോഷം നമ്മൾ പറയാനിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഈ അഭിഷേകം, സ്പിരിറ്റ് ജീസസിൻ്റെ അഭിഷേകം ലോകത്തിന് തന്നിട്ട് 25 വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഈ അഭിഷേകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വർഷം, പ്രത്യേകിച്ച് 2014 സ്വീഡൻ ജീസസിൻ്റെ സുവിശേഷ വൽക്കരണ വർഷം കൂടിയാണ്. ഈ 2014 ഏറ്റവും അധികമായി ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കണം, അനേകം മക്കൾക്ക് സുവിശേഷം കൊടുക്കണം. എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്? എൻ്റെ ആവശ്യം എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് അത് പ്രകാശമാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മനുഷ്യൻ്റെ പാപം മൂലം ഇരുട്ട് നിറഞ്ഞ ലോകമാണ്. ഈ ലോകത്ത് മുഴുവനും തിന്മയും പാവവുമാണ്, അന്ധകാരമാണ് ഈ ലോകം മുഴുവനും. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞൊരു വചനമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 8:12 വചനത്തിൽ യേശു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നതിന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. യേശു പറയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്, ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു പ്രകാശമാണ്. യേശു ലോകത്തിലേക്ക് വന്നത് അന്ധകാരത്തിൽ ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ വചനങ്ങൾ അത് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറി. ആരെല്ലാം ഈ വചനം ശ്രവിക്കുന്നുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം ആ പ്രകാശം കിട്ടുകയാണ്. അവരിലെ അന്ധകാരം മാറിപ്പോവുകയാണ്. അന്ധകാരം എന്ന് പറയുന്നത് തിന്മയാണ്, അത് ഭയാനകമാണ് അന്ധകാരം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രകാശമായതുകൊണ്ട് അത് പ്രസംഗിക്കപ്പെടുമ്പോൾ പ്രകാശം പരക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യഹൃദയങ്ങളിൽ പ്രകാശം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പ്രകാശമില്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും ഇരുട്ടിലായി പോവും. അവൻ ആരെ സ്നേഹിക്കാൻ പറ്റില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല, ദൈവത്തെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന പ്രകാശം കടന്നു വരുമ്പോൾ അവന് മനസ്സാന്തരം ഉണ്ടാവുകയാണ്. കാരണം അത് ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ദൈവത്തിൻ്റെ സുവിശേഷം. അതുകൊണ്ട് സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടണം, സുവിശേഷം എല്ലാവരും കേൾക്കണം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കൈകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക ഒരു നിമിഷം, കണ്ണുകളും അടയ്ക്കുക ഒരു നിമിഷം. ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളും മാറിപ്പോകട്ടെ, ലോകത്തിൻ്റെ ചിന്തകളെല്ലാം ഒരു നിമിഷം മാറി നിൽക്കട്ടെ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ഓരോ കുടുംബങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് അങ്ങയുടെ വചനം, വെളിച്ചമായ വചനം, പ്രകാശമായ വചനം ഓരോ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. ആത്മാവും ജീവനവും വചനം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഓരോ ഹൃദയത്തിലും കുട്ടികൊള്ളുന്ന വെറുപ്പിൻ്റെ, പകയുടെ, പ്രതികാരത്തിൻ്റെ, കോപത്തിൻ്റെ, പൊട്ടിത്തെറിയുടെ, കലഹത്തിൻ്റെ, പാപത്തിൻ്റെ, ആസക്തികളുടെ, മദ്യപാനത്തിൻ്റെ, നിരാശയുടെ, കൊലപാതക ചിന്തകളുടെ, ആത്മഹത്യാ ചിന്തകളുടെ സകല ദുഷ്ടശക്തികളും സ്വാധീനങ്ങളും എന്നേക്കുമായി വിട്ടു മാറിപ്പോകട്ടെ. ഓരോ ഹൃദയങ്ങളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന വചനം കടന്നു ചെന്ന് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, ഇതാ അവിടുത്തെ ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. ആരെല്ലാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം, yes Lord, let your mighty power come upon them, let your mighty power touch them, O Lord. I ask you to release the supernatural power upon everyone and make them free. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അവിടെ ശക്തി ഇപ്പോൾ കടന്നു ചെയ്യുന്ന ഓരോരുത്തരും വിടുവിക്കട്ടെ, സ്വതന്ത്രമാക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്ന യേശുവേ, നന്ദി പറയുന്നു, അങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ശുശ്രൂഷ ഒരു പുതിയ അനുഭവത്തിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വചനം തരുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് തരുന്ന രോഗസൗഖ്യങ്ങളുണ്ട്. മനസ്സിനും ആത്മാവിനും ശരീരത്തിനും യേശു സൗഖ്യം തരുന്നവനാണ്. ഇവിടെ ദൈവം കൊടുത്ത ഈ സൗഖ്യം സ്വീഡൻസിൻ്റെ അത്ഭുതങ്ങളുടെ ജപമാലയിൽ
നടത്തപ്പെട്ട പ്രാർത്ഥന ലഭിച്ച ഈ സൗഖ്യം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കടന്നുവേണ്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ കാണുക, ശേഷം വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരിച്ചു വരുന്നതാണ്. Everyone here, mighty Holy Spirit. Glorify our Lord, our God, our Redeemer. Once again, hallelujah. All your strength, all your power. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയുകയാണ്. എവിടെയെല്ലാം രോഗമുണ്ടായിരുന്നുവോ അവിടേക്കെല്ലാം അവൻ്റെ ശക്തി ഇറങ്ങി. ഇതാ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്റെ അടുത്ത്, നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. നിന്റെ ശരീരത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു, നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അവന് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ശരീരത്തെ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നുവോ, കൈവെക്കാൻ സാധിക്കാത്തൊരു കൈ വീഴ്ത്തുകയും താഴ്ത്തുകയും ചെയ്യണം. എവിടെ നിങ്ങൾക്ക് രോഗമുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നത്, കാല് മടക്കാൻ പറ്റില്ല, കാല് മടക്കുകയും നിവർക്കുകയും ചെയ്യുക. നടക്കാൻ സാധ്യമല്ലാത്ത എഴുന്നേറ്റ് നടക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെ രോഗമുണ്ടായിരുന്നുവോ, എന്ത് പ്രവർത്തന ശേഷി ഇല്ലാതിരുന്നോ ചലിപ്പിക്കുക. അവിടെയെല്ലാം ദൈവത്തിന് ആത്മാവ് ചലിക്കട്ടെ. ഇപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങട്ടെ. ഇപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 10:10, യേശു പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധം ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. സമൃദ്ധമായ ജീവൻ ഇതാ ഇവിടെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നിന്റെ മേല് you are healed. നീ സുഖപ്പെട്ടിരിക്കുന്നു. രോഗം തന്നെ വിട്ടു പോയിരിക്കുന്നു. You are healed. You are free. Yes Lord. Thank you Lord. യേശു ഇവിടെ ഇന്നലെ ഇന്നുമെന്ന് ഒരു യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് രോഗികളെ സുഖപ്പെടുത്തിയ യേശു ഇവിടെ ഇതാ ഇപ്പോൾ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. You are healed and you are healed. ആമേൻ. കൈകളടിച്ച് നന്ദി പറയട്ടെ. നിന്റെ ശരീരം മുഴുവൻ സ്വതന്ത്രമാകട്ടെ. നിന്റെ എല്ലാ വേദന വിട്ടും മാറട്ടെ, എല്ലാ രോഗങ്ങളും വിട്ടും മാറട്ടെ, ക്യാൻസർ വിട്ടും മാറട്ടെ, ട്യൂമർ വിട്ടും മാറട്ടെ, ആർത്രൈറ്റിസ് വിട്ടും മാറട്ടെ, എല്ലാ ജോയിന്റ് പെയിനും വിട്ടും മാറട്ടെ, ശരീരത്തിലെ വേദന വിട്ടും മാറ്. ഗ്ലോറി. എല്ലാ മാനസിക വൈകല്യങ്ങളും വിട്ടും മാറട്ടെ, എല്ലാ മനോരോഗങ്ങളും വിട്ടും മാറട്ടെ, മനോരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, മനോരോഗങ്ങൾ വിട്ടും മാറ്, ഫിക്സ് വിട്ടും മാറ്, അപസ്മാരം വിട്ടും മാറ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. ഓരോ മക്കളും സ്വതന്ത്രരാണ്. നിന്റെ പാദങ്ങൾ പാറി ഉറക്കട്ടെ. ആമേൻ. ഈ അത്ഭുതങ്ങളുടെ ജപമാല
പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന ശുശ്രൂഷയാണിത്. ഇത് അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണിത്. അതുകൊണ്ട് തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു, നീ സുഖമാക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാ കൈകളും അടിച്ചത് നന്ദി പറയാം. ശ്രദ്ധിക്കുക, ഈ സമൂഹത്തിൽ ഏതെങ്കിലും ക്യാൻസർ രോഗികളുണ്ടോ? കൈവക്കാം. ഏതെങ്കിലും ക്യാൻസർ രോഗികൾ ആരെങ്കിലും ഉണ്ടോ? ക്യാൻസർ എന്ന രോഗമുള്ള ആരെങ്കിലും? ആരുമില്ല. ഒരാളുണ്ട്. സഹോദരി ശൈലി, കടന്നു വാ. നിങ്ങൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം. രോഗമുണ്ട് എന്ന് പറഞ്ഞവർ നിങ്ങൾ ശരീരത്തെ പരിശോധിച്ച് നോക്കുക. നമുക്കുണ്ടായിരുന്ന ആ രോഗം ആരും ഇരിക്കരുത്, പ്ലീസ്. എല്ലാവരും എഴുന്നേറ്റിരിക്കണം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണത്. നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന രോഗം ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ആ രോഗം വിട്ടുപോയെങ്കിൽ, നിങ്ങൾക്ക് സൗഖ്യപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി പിടിക്കാം. ആ രോഗം എന്നെ വിട്ടുപോയി എന്ന് അനുഭവിക്കാൻ പറ്റുന്നവർ കൈ ഉയർത്തി പിടിക്കുക. താഴ്ത്തിരിക. എന്താണ് അസുഖം? ആദ്യം ബ്രസ്റ്റിന് ഓപ്പറേഷൻ കഴിഞ്ഞു, സൗഖ്യപ്പെട്ടു. പിന്നെ യൂട്രസിന് വന്നു, അതും കർത്താവ് സൗഖ്യപ്പെടുത്തി തന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലങ്സിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കർത്താവിൻ്റെ വചനത്തിലൂടെ സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഇടയ്ക്ക് ചെക്കപ്പിന് പോകും. അവിടെ ഓരോരോ നിർദ്ദേശം വയ്ക്കും. ഞാനത് കർത്താവിന് കൊടുക്കും. കർത്താവിൻ്റെ വചനത്തിലൂടെ ഞാൻ വിശ്വസിച്ച് നിൽക്കുകയാണ്. മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പോൾ എത്ര നാളായി അസുഖം ആരംഭിച്ച്? 96 തുടങ്ങി. 96 മരുന്ന് കഴിച്ചു, ഓപ്പറേഷൻ കഴിച്ചു. 2001 ഓപ്പറേഷൻ കഴിഞ്ഞു, മരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്ര വർഷം ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഈ കൂട്ടായ്മ വരാൻ 2004 മുതലേ കൂട്ടായ്മയിലുണ്ട്. ഈ കൂട്ടായ്മ വരുന്നു, ഓരോ അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, സുഖപ്പെടുത്തുന്നു. കർത്താവ് എനിക്ക് ഒരുപാട് സൗഖ്യവും സമാധാനവും ഒക്കെ തരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ എന്താ അസ്വസ്ഥയുള്ളത്? ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇവിടെ ഈ താടിയെല്ലിന് ബലഹീനതയുണ്ട്. ലങ്സിന് ശ്വാസം എടുക്കുമ്പോൾ അതായത് ഓക്സിജന്റെ കപ്പാസിറ്റി കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു നിമിഷം നമ്മുടെ കയ്യിൽ നീട്ടിപ്പിടിക്കാം. ഈ മകളുടെ നേരെ വിശ്വാസം കൊണ്ട്, ഈ മകള് വിശ്വാസം എന്ന മരുന്ന് ഭക്ഷിച്ച് ഇവിടെ ജീവിക്കുന്നവളാണ്. ഹല്ലേലൂയ. 2004 യേശുവിലേക്ക് വന്നു, സ്പിരിറ്റ്സിലേക്ക് വന്നു. അതിനുശേഷം പ്രാർത്ഥനയിലൂടെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവിടെയെല്ലാം ഇവളുടെ വിശ്വാസത്തെ ദൈവം ഇവൾക്ക് മരുന്നാക്കി കൊടുത്ത് സൗഖ്യപ്പെടുത്തി. ഇപ്പോൾ ഇവൾക്ക് ശ്വാസകോശത്തിന് അസ്വസ്ഥയുണ്ടെന്ന് പറയുന്നു, താടിയിൽ വേദനയുണ്ട്. നിന്നെ ഇത്രയും വർഷങ്ങൾ കാത്തു പരിപാലിച്ച അതേ ദൈവം ഇപ്പോൾ ഇവിടെ ഈ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിൽ നിനക്ക് പരിപൂർണ്ണ വിടുതൽ തരട്ടെ. ഈ കാലമെല്ലാം നീ ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ച നിന്റെ വലിയ വിശ്വാസം നിന്റെ സൗഖ്യത്തിന് കാരണമായിരിക്കുന്നു. സഹോദരി, യേശു നിന്നെ സുഖപ്പെടുത്തുന്നു. തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇവളെ ഞെരുക്കിയെ പീഡിപ്പിച്ച സകല വ്യാധികളും വിട്ടു മാറട്ടെ. കർത്താവേ, അവിടുന്ന് കൊടുത്ത അധികാരം സകല പിശാചുകളുടെ മേൽ, എല്ലാ രോഗങ്ങളുടെ മേൽ കൊടുത്ത അധികാരവും ശക്തിയും ഏറ്റുപറഞ്ഞുകൊണ്ട് കൽപ്പിക്കുന്നു. ഇപ്പോൾ ഇവൾ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവിടെ ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഇവിടെ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥകളും വിട്ടു മാറ്, വിട്ടുപോയ യേശുനാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ശക്തി ഇറങ്ങി തന്നെ വിടുവിക്കട്ടെ. നിന്നെ സുഖപ്പെടുന്നു സഹോദരി. നിന്റെ ശ്വാസകോശങ്ങൾ പുതുതായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, മഹത്വം കേൾക്കാം. സകലാധിപത്യങ്ങളെയും പ്രബുദ്ധങ്ങളെയും ബന്ധിക്കുന്നു. വിട്ടുമാറ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഗ്നിയിലേക്ക് ഇറങ്ങി വരട്ടെ. Be free and be healed. The name of Jesus Christ of Nazareth. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഒരു നിമിഷം സഹോദരി വായടച്ച് മൂക്കിലൂടെ ശക്തമായ ഉള്ളിലേക്ക് ശ്വാസം വലിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലേക്ക് ഇറങ്ങി, നിൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് ഇറങ്ങി അവിടെ എല്ലാം കർത്താവിൻ്റെ ജീവൻ പടരട്ടെ. ഇപ്പോൾ
അവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ പടരട്ടെ. ഇപ്പോൾ നിന്റെ ശ്വാസകോശങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യമുണ്ടോ അതെല്ലാം മാറട്ടെ. നിന്റെ ശ്വാസകോശങ്ങൾ ഇപ്പോൾ സ്വതന്ത്രവുമായി തീരട്ടെ, ശക്തിയുള്ളതായി പ്രാപിക്കുക തീരട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ സഹോദരിക്ക്? എനിക്ക് പൂർണ്ണമായും എന്തോ ശക്തമായൊരു പ്രകാശം എന്നിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ അനുഗ്രഹം എൻ്റെ കർത്താവ് എന്നെ പൂർണ്ണ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആ പ്രകാശത്തിലൂടെ ഞാൻ കണ്ടറിയുന്നു. ദൈവത്തിന് ആയിരം നന്ദി. കർത്താവ് ഈശോയ്ക്ക് സ്തുതി, പരിശുദ്ധി അമ്മയ്ക്ക് സ്തുതി. ശ്വാസകോശങ്ങൾക്ക് ശ്വാസം എടുക്കുമ്പോൾ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു കൊളുത്തിപ്പിടിക്കലാണ്. ഇപ്പൊ ശ്വാസം എടുത്ത് ഫ്രീ ആയിട്ട് ശ്വാസം എടുത്ത് നോർമൽ എടുത്താൽ മതി. ശാന്തമായി ശ്വാസം എടുക്കുക, സാധാരണ ചെയ്യുന്ന പോലെ. എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഒത്തിരി നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് ഇന്ന് ഈ മകൾക്ക് വേണ്ടി മാറ്റിവെച്ച ദിവസമായിരുന്നു. ഇതുപോലെ അനേകർക്ക് വേണ്ടിയിട്ട് ദൈവമേ നന്ദിയോടെ ഇളങ്ങി സ്തുതിക്കുന്ന കർത്താവേ, ഇവളെന്നും യേശുവിൻ്റെ സാക്ഷിയായിരിക്കട്ടെ. ആമേൻ, ആമേൻ. നന്ദി കർത്താവ്, സ്തോത്രം, മഹത്വം, ഹല്ലേലൂയ, ഗ്ലോറി. അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുക അവരോടൊരു, നിങ്ങൾ സുഖപ്പെട്ട വ്യക്തികൾ ദൈവശൈലിക്ക് കടന്നു വരിക. ഈ സൗഖ്യശുശ്രൂഷ ഒരിക്കലും ഞാൻ ചെയ്യാറുള്ളതല്ല. ഈ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ ആരംഭത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ മാത്രം. പക്ഷെ ഇന്ന് കർത്താവ് നയിക്കുന്നത് ഇങ്ങനെയാണ് നയിക്കുന്നത്. അവിടെ സൗഖ്യപ്പെട്ടവർ കടന്നു വരിക. ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യമുണ്ടോ, അതേ രോഗം ആർക്കുണ്ടോ അവർ സുഖപ്പെടുകയാണ്. അതുകൊണ്ട് ഇരിക്കരുത്, നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുക. പ്ലീസ് കടന്നു വരിക. ഇതെന്താ കാലിൽ ബാൻഡേജ് കെട്ടി വന്നിരിക്കുന്നു? എന്താ സംഭവിച്ചു? മൈക്കൂട്ടത്തെ 2 ദിവസമായിട്ട് കാലിന് ഭയങ്കര വേദനയായിരുന്നു. ഒരു കല്ല് ചവിട്ടി വെച്ച് എൻ്റെ കാലിൻ്റെ ഇണക്കിന് ഭയങ്കര വേദനയായിരുന്നു. ഇന്നലെയൊക്കെ ഒറ്റ കാലിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരു തരത്തിലും പറ്റുകയില്ലായിരുന്നു. ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരാൻ പറ്റുമോ എന്ന് പോലും സംശയമായിരുന്നു. ഒരു തരത്തിൽ ഇവിടെ വരെ വന്നു. അപ്പോൾ ഈ നിമിഷം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിശക്തമായിട്ട് കാല് കുടയാൻ പറഞ്ഞ് എൻ്റെ ബാൻഡേജ് എല്ലാം പെട്ടെന്ന് മാറിപ്പോയി. കാലിന് ഒരു വേദനയില്ല, ഒരു പ്രശ്നമില്ല. ബാൻഡേജ് അഴിച്ച് കാല്, വലത് കാല് ഇന്നലെ ഒറ്റക്കാലിലാണ് നടന്നത്. ഇപ്പം 2 കാലം നടക്കാൻ ദൈവം ശക്തിപ്പെടുത്തി. വേദന പൂർണ്ണമായിട്ട് വിട്ട് മാറി. നടന്ന് കാണിച്ച് 2 കാലം നടന്ന് കാണട്ടെ. ഇവിടെ കൈകളടിച്ച് തന്നെ നന്ദി പറയാം. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ, ഗ്ലോറി. കർത്താവിൻ്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദി കർത്താവേ. அவங்க ഈ മകന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്. അങ്ങനെ ഒരു മക്കൾ പോലും ഒരു വൈകല്യമായിട്ടിരിക്കാൻ അവിടുന്ന് അനുവദിക്കില്ല. അവിടുന്ന് യേശു നിന്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം നിന്റെ മേലുണ്ട്. സോ യു ആർ ഫ്രീ ആൻഡ് യു ആർ ഹീൽഡ്. നല്ല മാതാവേകൾ നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ കാലുവേദന ഉള്ളവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച്. ഒക്ടോബർ 4-ാം തീയതി വണ്ടി മുട്ടി കാലൊടിഞ്ഞതാണ്. വണ്ടി മുട്ടി കാലൊടിഞ്ഞു. എന്ത് വണ്ടിയായിരുന്നു? നിസാം വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നപ്പോൾ മുട്ടിയതാണ്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വണ്ടി മുട്ടി കാലൊടിഞ്ഞു പോയി. എവിടെ ഒടിഞ്ഞത്? ഓ ശരി. അവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്താണോ? അത് ഓപ്പറേഷൻ ചെയ്തില്ല, ഓടിപ്പണ്ട ബ്ലാസ്റ്റ് ഇട്ടായിരുന്നു. ഇത് നടക്കാൻ ഭയങ്കര വേദനയായിരുന്നു. കാല് ശരി കാണാനുണ്ട്. കാലിൻ്റെ ആ പാദം ഇങ്ങനെ തടിച്ച് വീർത്താണ് ഇരുന്നത്. ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ചാടിയാൻ പറഞ്ഞപ്പോൾ ചാടിയൊക്കെ ചെയ്തപ്പോൾ വേദന. എത്ര നാളായി ആക്സിഡന്റ് ഉണ്ടായിട്ട്? ഒക്ടോബർ 4-ാം തീയതി ആയിരുന്നു. ഒക്ടോബറിലായിരുന്നു. അതിനുശേഷം എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഒട്ടും നടക്കാതെ ഒരു 1.5 മാസത്തോളം ബ്ലാസ്റ്റ് ഇട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചത്? ഭയങ്കര തണുപ്പ് തോന്നിങ്ങനെ അങ്ങോട്ട് അനുഭവപ്പെടുകയും ഒരു തണുപ്പ് ശരീരത്തേക്ക് ഇറങ്ങി അനുഭവപ്പെട്ടു. ഞാൻ ചാടി ഞാൻ അറിയാതെ തന്നെ അറിയാതെ ചാടിപ്പോയി. കാലിലെ വേദന വിട്ടുമാറി. ദൈവത്തിനെ അനുഗ്രഹിച്ചു. ആമേ, ഹല്ലേലൂയ. ഓ ഇളങ്ങി സ്തുതിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഇറങ്ങി സ്തുതിച്ച് നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ അത്ഭുത കരുതനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരവും ശക്തിയും മഹത്വവും പ്രാഭവും ഏറ്റു പറയുന്നു യേശുവേ. ആമേൻ കർത്താവേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. ഇന്നലെയും ഇന്നും എന്നും യേശു ഒരേ ഒരുവൻ, മാറ്റമില്ലാത്തവനാണ്. ആരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വരുന്നുവോ അവർക്കെല്ലാം അനുഗ്രഹമുണ്ട്, സൗഖ്യമുണ്ട്. ഇന്ന് കർത്താവ് ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ ചൊരിഞ്ഞ ഈ അനുഗ്രഹം, ഈ സൗഖ്യങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ വിശ്വസിച്ചാൽ അവിടേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് അതെല്ലാവർക്കുമുള്ള ദാനമാണ്. ആര് വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം അത് ലഭിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ സമ്പത്തുകളും നിങ്ങൾ സമ്പന്നരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലുള്ള രോഗങ്ങൾ, നിങ്ങളിലുള്ള വൈകല്യങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം ഇപ്പോൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളുടെ മേലെ അവിടുത്തെ കരം ഇപ്പോൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ തരത്തിലുള്ള തിന്മയിൽ നിന്ന്, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന് ഓരോരുത്തരും ഇപ്പോൾ യേശു സ്വതന്ത്രമായി തീരട്ടെ. കർത്താവ് യേശു നാമത്തിൽ എല്ലാം സ്വതന്ത്രരായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് കടന്നു ചെന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹോദര, സഹോദരി, നീ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞെ, നീ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ഞെരുക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ നിന്നെ വിട്ടു മാറിപ്പോകട്ടെ. നിന്റെ മനക്കഷ്ടങ്ങൾ നിന്നെ വിട്ടു മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ സ്വതന്ത്രനാവുക, സ്വതന്ത്രനാവുക, നീ സ്വതന്ത്രയാവുക. ഇതാ കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞാൻ കാണുകയാണ്. അനേകരിലേക്ക് കടന്നു വരുന്നുണ്ട്, അനേകതകളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും ജസ്റ്റ് ബിലീവ്, ജസ്റ്റ് ബിലീവ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. നിങ്ങളിലേക്ക് അവിടുത്തെ പ്രകാശം കടന്നു വരുന്നു. നിറയട്ടെ. നിങ്ങളുടെ കൈകളിപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നല്ല പിതാവേ, അങ്ങിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ശക്തി ഇപ്പോൾ ഓരോ മക്കളിലേക്കും ചിലതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ. അവിടുത്തെ സമാധാനം കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, ആനന്ദം കൊണ്ട് നിറയട്ടെ, ശക്തി കൊണ്ട് നിറയട്ടെ, ധൈര്യം ഉണ്ടാകട്ടെ. എല്ലാ ബിരുദങ്ങളും വിട്ട് മാറിപ്പോകട്ടെ, എല്ലാ നിരാശയും വിട്ട് മാറിപ്പോകട്ടെ, എല്ലാ കുറ്റബോധവും വിട്ട് മാറിപ്പോകട്ടെ, ഉപേക്ഷിക്കാത്ത പാപങ്ങൾ ഒരു വിട്ട് മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സമാധാനം പോലെ നിന്നെ ഭരിക്കട്ടെ, നിന്റെ ഹൃദയത്തെ ഭരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സഹകരണത്തിന് ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാണ്. ഞങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെയും കർത്താവ് ഒരു കരം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.